അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ TD പവർ സിസ്റ്റം എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ ചാർട്ടാണെന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മളിതിൻ്റെ ഡെയിലി ചാർട്ടാണ് എടുത്ത് വെച്ചിരുന്നത്. അത് നമുക്കൊന്ന് വീക്കിലി ചാർട്ടിലോട്ട് മാറ്റാം. 1W. അപ്പോൾ ഇത് അതിൻ്റെ ഒരു വീക്കിലി ചാർട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. 2012 മുതലുള്ള വീക്കിലി ചാർട്ടാണ് ഇപ്പോൾ തെളിഞ്ഞ് വന്നേക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പേർട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതൊരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷനായിട്ട് എടുക്കരുത്. ഇത് പഠനാവശ്യത്തിന് വേണ്ടി നിർമ്മിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളിവിടെ ഒരു മഞ്ഞ വര വരച്ചു വെച്ചു. ആ മഞ്ഞ വര ഒരു ട്രെൻഡ് ലൈനാണ്. അത് 2012 മുതൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ വില താഴത്തേക്കാണ്. 2012 2014 അപ്പോൾ ആ ഒരു സമയം 2015 ആ ഒരു സമയം മുതൽ ഈ സ്റ്റോക്കിൻ്റെ വില താഴത്തേക്കാണ് പോന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു ഡൗൺ ട്രെൻഡാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ആ ഡൗൺ ട്രെൻഡാണ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്തിരിയും കൂടെ മുകളിലേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഇത് ശരിയാവും. ഇപ്പോൾ അത് കറക്റ്റ് ആ ഡൗൺ ട്രെൻഡ് നമുക്ക് കിട്ടി. അതിനത് ഇവിടെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഒരു പ്രാവശ്യമാണെന്ന് ബ്രേക്ക് ചെയ്ത് ഇത് കണ്ടോ, ബ്രേക്ക് ചെയ്താലും അവിടെ വലിയൊരു മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് തന്നെ ഇടിച്ച് താഴത്തേക്ക് പോരുവാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഡൗൺ ട്രെൻഡ് നമ്മൾ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ മഞ്ഞ വരേനത് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി. ആ മഞ്ഞ വരേന, അതായത് ആ ഡൗൺ ട്രെൻഡിന് 2022 ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും 2021 ജൂലൈ ആ ഒരു സമയത്താണ്. ആ ഒരു സമയമൊക്കെ വന്നപ്പോഴത്തേക്കും ആ ഡൗൺ ട്രെൻഡിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി. ആ സമയത്ത് മേടിച്ചേക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഇതിൻ്റെ ആ ഒരു സമയത്തെ വിലയൊക്കെ ഇത് കണ്ടോ, 38 രൂപ ആ ഒരു റേഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് ഇപ്പോൾ ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ വില നിൽക്കണം 548 രൂപയിലേക്കാണ്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ കറക്റ്റായിട്ട് എൻട്രി കിട്ടിയ ആൾക്കാർ ഇതിൽ നല്ലൊരു എമൗണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവണം. എന്തായാലും നമുക്ക് അത്രയും പ്രോഫിറ്റൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അടുത്ത ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യുവാണ്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് അതിൻ്റെ ഒരു സപ്പോർട്ടാണ്. നമ്മൾ ആ സപ്പോർട്ടിനെ നമ്മളൊരു ബ്ലാക്ക് ലൈനാക്കി. കണ്ടോ, അപ്പോൾ നമുക്ക് ആ അപ് ട്രെൻഡ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു സമയം മുതലുള്ള അപ് ട്രെൻഡ് നമ്മളൊരു ബ്ലാക്ക് വര വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ലൈനിൽ എത്ര പ്രാവശ്യം ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. ബ്ലാക്ക് ലൈനിൽ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് പല പ്രാവശ്യം ടച്ച് ചെയ്തിട്ടുണ്ട്. ഇതായി ഇവിടെ 1 2 3 4 5 മൊത്തം 6 പ്രാവശ്യം ആ ഒരു ലൈനിൽ മാത്രം ടച്ച് ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്രൈസ് കയറി മുകളിലേക്ക് പോയേക്കുന്നത്. അപ്പോൾ അതൊരു മേജർ സപ്പോർട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തുള്ള ഒരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ തന്നെ ഈ വരയുടെ തന്നെ ഒരു ക്ലോൺ നമുക്ക് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ക്ലോൺ നമുക്ക് കിട്ടി. ഇതൊരു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അത് മുട്ടണ രീതിയിൽ വെക്കണം. കണ്ടോ, ഇപ്പം അവിടെ ഒരു റെസിസ്റ്റൻസ് അത് കുഴപ്പമില്ല, ഇവിടെ കുഴപ്പമില്ല. അതൊന്നുകൂടെ സൂം ചെയ്ത് നോക്കാം. ഇവിടെ ടച്ച് ആയിട്ടുണ്ട്. ഇത് ഇവിടെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ആയി, പക്ഷേ അത് അതുപോലെ തന്നെ താഴത്തേട്ട് വന്ന് വീണ്ടും അതുമേ ടച്ച് ആവാൻ വന്നു. അങ്ങനെയാണത് നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു റെസിസ്റ്റൻസ് കൂടെ ഉണ്ട്. അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് ബ്ലാക്ക് കളറിലിരുന്നാൽ ശരിയാവില്ല. അപ്പം നമ്മൾ താഴെ ഒരു സപ്പോർട്ട് വരച്ചതും ബ്ലാക്ക് ലൈനാണ്, മുകളിലത്തെ റെസിസ്റ്റൻസ് വരയ്ക്കുന്നതും ബ്ലാക്ക് ലൈനായിരുന്ന സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ആ റെസിസ്റ്റൻസിൻ്റെ കളർ അങ്ങ് മാറ്റിയേക്കാം. റെസിസ്റ്റൻസിൻ്റെ കളർ ഇപ്പോൾ നമുക്ക് ഒരു ചുമല കളർ കൊടുക്കാം. ബ്ലാക്കും ചുമലയും കൊള്ളാം. അപ്പോൾ ഇനി ഇതിൻ്റെ ഇടയിൽ നമുക്ക് വീണ്ടും ഒരു സപ്പോർട്ട് കൂടെ മാർക്ക് ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഒരു സപ്പോർട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലോണും കൂടെ നമുക്ക് എടുക്കാം. ഒരു ക്ലോണും കൂടെ എടുത്ത് അതാ ബ്ലാക്ക് വര നമുക്ക് ഇത് ഇവിടെ കൊണ്ടുവയ്ക്കാം. സൂം ചെയ്ത് കൊണ്ടുവരട്ടെ. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാവും. ഇല്ലെങ്കിൽ ഇതിൻ്റെ പൊസിഷനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ ഇവിടെ ടച്ച് ഉണ്ട്, ഇവിടെ ടച്ച് ആയിട്ടുണ്ട്, ഇവിടെയും ഈ താഴത്ത് ഇത് കണ്ടോ,
അതൊന്ന് സൂം ചെയ്ത് നോക്കാം. കണ്ട ഈ ഏരിയയിലാണ് കൂടുതൽ പ്രാവശ്യം ടച്ച് ആയേക്കുന്നത്. കാണിച്ചു തരാം. അതെ, ഇവിടെ വരുമ്പോൾ അവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഈ പുള്ളി ഇപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് നിൽക്കണേ. നമുക്കിതിനകത്തൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇവിടെ ഒന്നുകൂടെ നോക്കട്ടെ, ഇതെങ്ങോട്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടോ. ഇത് കണ്ടോ, ഇതിലിതാ ഈ ഒരു ഭാഗത്ത് ആ വരയിൽ ടച്ച് ആയിട്ടുണ്ട്. പിന്നെ അത് ഇവിടെ, പിന്നെ ഇതാ ഇവിടെ കൃത്യമായിട്ട് അതിനെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ അടുത്ത. അത് നമുക്ക് ആ ബ്ലാക്കിൻ്റെ കളർ മാറ്റാം. രണ്ടും ബ്ലാക്ക് തന്നെ വേണ്ട, നമുക്ക് ഇവനെ നമുക്കൊരു ഓറഞ്ച് കളർ കൊടുക്കാം. ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് അല്ലല്ല വന്നേക്കുന്നത്. ഓറഞ്ച് കളർ കൊടുത്തു. പച്ചയാണേലും മതിയായിരുന്നു. അപ്പോൾ ഈ ഓറഞ്ച് ഒരു മേജർ പ്രധാനപ്പെട്ട ഒരു ലൈനാണ്. അതിൽ സപ്പോർട്ട് റെസിസ്റ്റൻസുമായിട്ട് അത് ആക്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടോ, നമ്മൾ ഈ ബ്ലാക്ക് വരെ തുടങ്ങുന്നതിൻ്റെ അവിടെ നിന്ന് തന്നെ ആദ്യം പോയി ഒരു ഓറഞ്ച് ലൈനിൽ ഒരു പ്രാവശ്യം ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത് താഴെ വന്നു. പിന്നെ അതൊന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു. പിന്നെ അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. അങ്ങനെയാണ് അത് പോയേക്കുന്നത്. പിന്നീട് ഈ ഒരു ഏരിയയിലൊക്കെ ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിങ്ങനെ അതിൻ്റെ പ്രൈസ് അവിടുന്ന് മുകളിലേക്ക് പോയി അങ്ങനെ പോയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് അത് കണ്ടോ, ഇവിടെ പലയിടത്തും അത് നമ്മുടെ ആ മുകളിലത്തെ ചുമല റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും വലിയൊരു മൂവ്മെൻറ്റ് അവിടെ കിട്ടിയിട്ടില്ല കേട്ടോ. അത് ബ്രേക്ക് ചെയ്തിട്ട് അത് അതുപോലെ തന്നെ താഴെ വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത്. അത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് താഴത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇത് എവിടെ വന്നിട്ട് നമ്മുടെ മുകളിലത്തെ ആ ഒരു റെഡ് ലൈനിൽ ടച്ച് ചെയ്തു എന്നല്ലാണ്ട് അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കുത്തിയിടിഞ്ഞ് താഴത്തോട്ട് പോന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം നിലവിൽ സംഭവിച്ചേക്കുന്നത് ഈ ഓറഞ്ച് ലൈനിൻ്റെ മുകളിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇത് നിലവിലൊരു സപ്പോർട്ട് സോണിൽ നിന്ന്, അതായത് ഈ ഓറഞ്ച് ലൈൻ ഒരു സപ്പോർട്ട് സോണായിട്ട് എടുക്കുകയാണെങ്കിൽ ആ സപ്പോർട്ട് സോണിൽ നിന്ന് ഈ ഇപ്പം നമ്മൾ മുകളിൽ വരച്ചേക്കുന്ന റെഡ് റെസിസ്റ്റൻസിൻ്റെ അവിടെ വരെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു മേജർ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു അവസരമാണെന്ന് നമുക്ക് തോന്നുന്നു. അതായത് ഇവിടെ മുതൽ ഇത്രയേ ഉള്ളൊരു ഏരിയ ഉണ്ട്. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. മേടിക്കുകയാണെങ്കിൽ അവനവൻ്റെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം മേടിക്കുക. അപ്പോൾ ഇതൊരു പഠനാവശ്യത്തിന് വേണ്ടി ചെയ്യുന്ന വീഡിയോയാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ.